ബുക്കൂട്ടൊക്കെ നല്ല തടിച്ചാപ്പ് വയ്ക്കണേ. ഹായ് കൂട്ടുകാരെ, തരട്ടാ. വിശക്കുണ്ടോ പോവല്ലേ, പോയി വിശക്കുണ്ടോ? പാല് ഇന്നത്തത് യാമിക്കുട്ടിയൊക്കെ വന്നിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി തോന്നുന്നുണ്ടല്ലേ. രാവിലെ എണീറ്റ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് യാമിക്കുട്ടി നീക്കും, അവൾ പോയി പാലൊക്കെ കൊടുക്കും, ബുബുക്കുട്ടനക്ക് ഫുഡ് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസം ഓരോ തരത്തിലൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ റൊട്ടീൻ ആകെ താളം തെറ്റിയിട്ടാണ് കിടക്കുന്നത്. യാമിക്കുട്ടിയുടെ റൊട്ടീൻ മാത്രമേ ഇവിടെ പക്കയായിട്ട് പോകുന്നത്. ഇപ്പം ഇന്നെന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് സോൾട്ട് മാംഗോ ട്രീ ആണ്. സോൾട്ട് മാംഗോ ട്രീ എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ തമാശക്ക് പറയുന്നതാണല്ലോ ഉപ്പുമാവിനില്ലേ, ഉപ്പ് മാവ്. വെറും സോൾട്ട് മാംഗോ ട്രീ അല്ല, വെജിറ്റബിൾ സോൾട്ട് മാംഗോ ട്രീ ആണ് കേട്ടോ. ഇന്ന് കുറച്ച് വീഡിയോൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇക്ക രാവിലെ പുറത്ത് പോകും കേട്ടോ. പുറത്തൊക്കെ പോയി ഇതാ കുഞ്ഞമ്മത്തൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാളും പുറത്താണ്, ബൊബുക്കുട്ടനും ഇറ്റയൊക്കെ കേട്ടോ. ഞാനിക്കുട്ടി നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ ചായ കൂടി ഒന്ന് തീർക്കണം. ഷെഫ് കുട്ടനും കേട്ടോ അവിടെ. ഉപ്മാവ് റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞമ്മത്തി കൊണ്ടുവന്നത്. ഞാൻ ഇക്കാനും ബുബുക്കുട്ടനെ കാണിച്ചു തരാം. പിന്നെ ഇക്ക പുറത്തത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോന്നിരിക്കുന്നത്. രാവിലെ ആയി കഴിഞ്ഞാൽ ഇക്ക അവിടെ ഗോപാലത്തിന്റെ അവിടെ റൗണ്ട് അടിച്ചു വരും. അത് കഴിഞ്ഞാൽ ബുബുവിന് റൗണ്ട് അടിക്കാനുള്ള റൗണ്ടാണ് ഇപ്പൊ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ യാമിക്കുട്ടിന്റെ അടുത്ത റൗണ്ട് അടി. ഇനി യാമിക്കുട്ടി നീക്കും. അപ്പത്തേക്ക് ഞങ്ങൾ ചായ കുടിക്കട്ടെ. ബുബു ഇടാന്ന് വിളിക്ക്. കമോണ്ട്രാ. യാമിക്കുട്ടി നീച്ചു തോന്നുന്നു വെച്ചേക്കാറുണ്ട്. യാമിക്കുട്ടി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പക്ഷികളൊക്കെ നോക്കണേ യാമിക്കുട്ടി നീച്ചോന്ന് പറഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ് ആക്കണ്ടേ? രാവിലെ നീറ്റ് കഴിഞ്ഞാൽ അധികം സംസാരിക്കാനൊന്നും വരല്ല. വേഗം എടുത്ത് പൂട്ടി കൊണ്ടേ ഇരുത്തണം അല്ലേ? അല്ല പഠിച്ചോനേ, കുട്ടിനെ കാക്കണേ. പൊട്ടിയിരിക്കാം. എല്ലാവർക്കും കാണിച്ചെടുക്കണം പൊട്ടിയിരിക്കുന്നത്. രാവിലെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുന്ന പരിപാടി കണ്ണെടുക്കണില്ല. എല്ലാവരോടും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പോട്ടിലൊക്കെ ഇന്ന് ഉഷാറായിട്ട് വരാം കേട്ടോ. കാരക്കനെ കൊണ്ടുവന്നാട്ടെ കാരക്ക് കായ്ക്കുന്ന പൊട്ടിക്ക കൈ ഒട്ടിക്ക. ഞാനടിയാ കൈ ഇങ്ങനെ ഒട്ടിക്ക. യാമിക്കുട്ടിയുടെ പോട്ടി കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഓളെ പോട്ടി ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് പിടുത്തവും ചാരാനും ഒന്നുമില്ല. ഞങ്ങൾ എന്താ അങ്ങനത്തെ സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ചാരാനൊക്കെ വേണമായിരുന്നു അല്ലേ? ചാരാനൊക്കെ വേണം. ഞങ്ങൾ പിടിക്കട്ടെ. ഞാനോ അല്ലെങ്കിൽ ചെറിയൊരു ചാരാനുള്ളതുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അപ്പൊ ഇത് നമ്മൾ ക്ലോസറ്റിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ക്ലോസറ്റിലേക്ക് കൊണ്ടുപോയി ഒഴിച്ച് ഫ്ലഷ് അടിക്കായിട്ട് ചെയ്യാം. പിന്നെ സോപ്പിട്ട് കഴുകിയിട്ട് വീണ്ടും എടുത്തേക്കും. ഇനി ഞങ്ങൾ നാളെ ഇത് കാണുള്ളൂ അല്ലേ? യാമിക്കുട്ടി മിടുക്കി കുട്ടിയായിട്ട് പോട്ടിയിൽ അപ്പിടുന്നൊക്കെ പറഞ്ഞെടുക്കുകയാണ് മമ്മേ. മിടുക്കിയാണെന്നൊക്കെ പറയാണേ കേട്ടോ. യാമിക്കുട്ടി എപ്പോഴും പാമ്പേഴ്സ് ആണല്ലോ ഇടുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. പാമ്പേഴ്സ് ഇടുന്ന കുട്ടികൾ അങ്ങനെ പുറത്ത് അപ്പിടൂല എന്നൊക്കെ പറയണേ കേട്ടോ. അപ്പോൾ അസൂലൊക്കെ പറയുന്നു പോട്ടി ശീലിപ്പിക്കണം എന്നുള്ളത് കേട്ടോ. നമ്മൾ ആ സമയമാകുമ്പോൾ പോട്ടി മേടിക്കണം. അപ്പോൾ ഞങ്ങളൊരു 4 മാസമൊക്കെ ആയപ്പോഴത്തേനും അവൾക്ക് പോട്ടി മേടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പാമ്പേഴ്സ് തന്നെ ഫുൾ ടൈം ഇട്ട് കൊടുക്കാമെങ്കിലും
എപ്പോഴും എന്താ 2-3 പ്രാവശ്യം രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ പോട്ടിയിൽ എപ്പോഴും ഇരുത്തും കേട്ടോ. ഒരു 10 പ്രാവശ്യം ഇരുത്തിയതിൽ ഒരു 1-2 പ്രാവശ്യം മൂത്രമൊഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ 4 ദിവസം ഇരുത്തിയിട്ട് അവൾക്ക് മനസ്സിലായി ഇത് മൂത്രമൊഴിക്കാനും ഒപ്പിടാനുള്ള സാധനമാണെന്ന്. അത് മനസ്സിലാക്കി എടുപ്പിക്കണം നമ്മൾ. അപ്പോൾ പിന്നെ 2-3 പ്രാവശ്യം ഒന്നും പിടിക്കില്ല. ഡെയിലി രാവിലെ ഇതിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഓൾ എന്തായാലും അപ്പിയൊക്കെ ഇടും. രാവിലെ ആ ഒരു ചിട്ട ഉണ്ടായി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ശീലങ്ങൾ ഇതൊക്കെ ഒന്നും ഇതില്ല. സ്കൂളിലത്തെ കാര്യങ്ങളും ഈ കുട്ടി പഠിക്കുകയോ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇതാണ് കേട്ടോ. പഠിക്കും വേണം, പഠിപ്പിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഒരു പഠിപ്പ് വേണമല്ലോ. എങ്ങനെയൊക്കെ കാര്യം എന്നൊക്കെ ഇപ്പോൾ ഞാൻ പറയാറില്ലേ, ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒരു സമാധാനം. എനിക്ക് അങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാജിമോൻ എന്നെ ഇന്റർവെല്ലിന്റെ ട്യൂഷനിലൊക്കെ ചേർന്നിട്ട് എനിക്ക് നല്ല ഇതാണ് കേട്ടോ. ഒരുപാട് അമ്മമാർ ഞാൻ ഇന്റർവെല്ലിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ കുട്ടികളെ ചേർത്തിട്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടി അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ആ നല്ലതായി എന്നൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെല്ലിന്റെ ട്യൂഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം റാസിമോന് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്റർവെല്ലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ. മാത്രമല്ല നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് ജോലി നേടാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നോക്കി. അതിർച്ചൂടും നാടിൻ പെരുമകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കളെ സ്റ്റഡീസിനെ കുറിച്ചിട്ടും അവർ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ആവലാതിയാക്കാറില്ല എല്ലാ മാതാപിതാക്കൾക്കും. അതിപ്പോൾ വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിലും ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിലും ഒക്കെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തവർക്കൊക്കെ ഭയങ്കര ഒരു ആവലാതി തന്നെയൊക്കെ. സമയമില്ലാത്ത അമ്മമാരുടെ കാര്യം അങ്ങനെ. ഇനിയിപ്പോൾ പഠിക്കാത്തൊരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓളെ തല്ലി പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അതുമില്ല. ഓലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കണ്ടേ. രാജ്യമോൾക്ക് തന്നെ കുറച്ച് ബേസിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്റർവ്യൂവിൽ ചേർന്നിട്ടാണ് ഒക്കെ ക്ലിയർ ആയത്. രാജിമോൻ ഇന്റർവെല്ലിന്റെ സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് ആണ് കേട്ടോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അവനും അവന്റെ ടീച്ചറും മാത്രമാണ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. ആ രീതിയിലാണ് കേട്ടോ ഇവരുടെ ക്ലാസ്. അതുകൊണ്ട് തന്നെ അവന് വേണ്ട ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈ ക്ലാസ്സിലൂടെ കിട്ടും. ഇപ്പൊ സ്കൂളിലൊക്കെ 40ഓളം വരുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് മക്കൾക്ക് വേണ്ട ഒരു പ്രോപ്പർ അറ്റൻഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. അത് പല കുട്ടികളെയും സ്റ്റഡീസിൽ പുറകോട്ട് ആക്കാറുണ്ട്. അതായത് ഇപ്പൊ മക്കൾക്കൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും കേൾക്കുവോ കളിയാക്കുവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ ഡൗട്ടൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കും. അങ്ങനെ ആ ഡൗട്ടൊന്നും ക്ലിയർ ചെയ്യാതെ അവരിങ്ങനെ പിന്നോക്കമായി ഇങ്ങനെ വരും. സ്കൂളിന്റെ കൂടെ തന്നെ ഇന്റർവെല്ലിന്റെ ഈ ഒരു ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ. മോന്റെ ഈ ക്ലാസ് റൂം കോഴ്സിൽ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസും കൊടുക്കുന്നുണ്ട് കേട്ടോ. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, ടെർമിനൽ ആൻഡ് ചാപ്റ്റർ വൈസ് എക്സാംസ്, പാരന്റ്സ് മീറ്റിംഗ്സ്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇവാലുവേഷനും ഒക്കെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഈ സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. അതിപ്പോ സ്റ്റേറ്റ്, CBSE, ICSE ഏത് സിലബസിലാണേലും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിറകടിയുടെ ശബ്ദം. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനൊക്കെ ഇപ്പൊ മക്കൾക്ക് എവിടെ സമയം? സ്കൂളിൽ തന്നെ ഉണ്ടാവും പഠിക്കാനും ഹോംവർക്ക് ഒക്കെ ഉണ്ടാവണല്ലേന്ന്. ഇപ്പൊ വേണമെങ്കിൽ സാധാ ട്യൂഷൻ ക്ലാസ്സിൽ ചേർത്തിയാൽ പോരേന്നൊക്കെ അല്ലേ. എന്നാൽ ഇന്റർവെല്ലിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ്, അതുപോലെ നമ്മളെ മക്കളുടെ സൗകര്യത്തിനുള്ള ടൈമിലും ആയിരിക്കും ഉണ്ടാവുക. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ മക്കൾക്കും പഠിത്തത്തിൽ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാക്കാറില്ലേ. അപ്പൊ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്ലാസ് വേണം നമ്മൾ കൊടുക്കാൻ. എന്നാലല്ലേ അവർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇന്റർവെല്ലിന് അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ലൈവായിട്ട് അസസ്മെന്റ് ടെസ്റ്റിലൂടെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എന്ത് ഇഷ്യൂസ് ആണ് സ്റ്റഡീസിലുള്ളത്, എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത്, എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്നൊക്കെ പ്രോപ്പറായി ഇവാലുവേറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇവർ കൊടുക്കുന്നത്. അസസ്മെന്റ് എടുത്ത സമയത്ത് മക്കൾക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ഹിന്ദി തുടങ്ങിയ സബ്ജക്ട് എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം ക്ലിയർ ആക്കുക. അതിനുവേണ്ടി ഓരോ മക്കളുടെ ലെവൽ അനുസരിച്ചിട്ട് അവർ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സിലൂടെ ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിംഗ് വരെ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ബേസിക്സ് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും. രാജിമോന് ബേസിക്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെയാണ് ക്ലിയർ ആയത്. ബേസിക്സ് ക്ലിയർ ആയതിനു ശേഷമാണ് സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ, അതായത് അവൻ ഇപ്പൊ അറ്റൻഡ് ചെയ്യണ ഈ ക്ലാസ് ജോയിൻ ചെയ്ത് കിട്ടോ. ഇനിയിപ്പോ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് മാത്രം വേണമെങ്കിൽ ട്യൂഷൻ എടുക്കാട്ടോ. ഒരു സബ്ജക്റ്റിന്റെ ബേസിക്സ് 30 to 40 ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രമായിട്ട് ട്യൂഷൻ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഏതെങ്കിലും സബ്ജക്റ്റിന് ബേസിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ 30 to 40 ദിവസത്തിനുള്ളതൊക്കെ ക്ലിയർ ആക്കി പഠിപ്പിച്ചു തരും. രാജിമോൻ ഇന്റർവെല്ലിന്റെ ക്ലാസ്സിലൂടെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് മക്കളെ ചേർത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സ്റ്റഡീസിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന മക്കളാണെങ്കിൽ ഇന്റർവെല്ലിന്റെ ഇൻഡിവിജ്വൽ ക്ലാസ്സിന് മക്കൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ
ആണ് കേട്ടോ. ഒരു പ്രോപ്പർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയ മക്കൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഇന്റർവെല്ലിൽ KG കുട്ടികൾക്കും ക്ലാസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തൊന്നും പോവാതെ നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്. അതെന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. +2 കഴിഞ്ഞ് ടീച്ചർ ആവാനും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ടീച്ചർ ആവാൻ പഠിക്കാനും ജോബ് ചെയ്യാനുള്ള ഒരു കോഴ്സ് ഇന്റർവെല്ലിലുണ്ട്. ECPC മോണ്ടിസോറി കോഴ്സ്. ഞാനും ആ ECPC മോണ്ടിസോറി കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. BEd കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കോഴ്സും ഇന്റർവെല്ലിലുണ്ട്. ഇൻഷാല്ലാ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ ഞാൻ എന്റെ കോഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയാം. ഇപ്പൊ ജോലിക്ക് പോകണ അമ്മമാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇന്റർവെല്ലിന്റെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ക്ലാസ് ഉറപ്പായിട്ടും മക്കൾക്ക് യൂസ്ഫുൾ ആണ്. രാജ്മോന്റെ ക്ലാസ്സിൽ ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഇഷ്ടത്തോടു കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യും. എവിടെ പോയിട്ടുണ്ടെങ്കിലും ട്യൂഷന്റെ സമയമായ ഒറ്റയ്ക്ക് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കണം. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളും മക്കളെ സ്റ്റഡീസിനെ കുറിച്ചിട്ടൊക്കെ ആവലാതിപ്പെടുന്ന അമ്മമാരാണ്, ടൈം ഇല്ലാത്തതുകൊണ്ടോ പഠിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർവെല്ലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന വാട്സാപ്പ് ലിങ്കും ഒക്കെ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ യാമിക്കുട്ടിക്കും ഞങ്ങൾ ഇന്റർവെൽ ഉറപ്പിച്ചിരിക്കണം ഇൻഷാ അല്ലാ. എന്താ നോക്കണേ, ഇന്റർവെൽ ഉണ്ട്. പപ്പക്ക് വട്ടായോ? പപ്പ പഠിപ്പിച്ച ഐറ്റംസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നേ. ഒന്നും കാണിക്കൂല. ബുബുക്കുട്ടിന് ഇതാ കാഴ്ചയൊക്കെ കണ്ട് മയങ്ങി കഴിഞ്ഞ് കിടക്കണ്ട. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മയങ്ങി കിടക്കുന്നത്. ബുബുക്കുട്ടി ഇപ്പൊ നല്ല തടിച്ചാപ്പ് വയ്ക്കണേ. ഇപ്പൊ നല്ല ക്ഷീണാവും എനിക്ക് എപ്പോഴും. ഞാൻ പുല്ലുന്നാൻ വേണ്ടിട്ട് പാറപ്പുറത്തോടെ കയറിയതാണ്. അപ്പൊ ചെറിയൊരു വെഴുക്കലുണ്ടായിരുന്നു മഴ അറിയപ്പോഴേ. അയക്കെന്നിട്ട് പുല്ല് പൊട്ടിച്ചു കൊടുത്തിന്ന്. തടിയും കൊണ്ടപ്പോ പാറയാണ് അവന്റെ പുല്ലുകളാണ് ആ കിടക്കുന്നത്. അവന്റെ പുല്ലുന്തോട്ട തോട്ടം എന്നൊക്കെ പറഞ്ഞിരുന്നേ. കുട്ടിനെ കുളിപ്പിക്കണേൻ്റെ ഇടക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് ഒക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. കൂടി നടന്ന് ചെയ്യലാണ് പണി. ഈ രാവിലെ നമുക്കൊരു കുറച്ച് തിരക്കാക്കാരില്ലേ, അത് കുട്ടികളുള്ളവർക്കും ഇല്ലാത്തവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ളവർക്കും എല്ലാവർക്കും ഒരു തിരക്കാക്കാരില്ലേ. തൊട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു കൂട്ടുകാരി, ചങ്ക് കൂട്ടുകാരി എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കൊണ്ടോട്ടിന്ന് അമാൽ എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. നല്ല തൊട്ടിയാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ആമിക്കുട്ടിൻ്റെ പാട്ട് പാടി ഉറക്കാനുള്ള ഐറ്റംസാണിത്. അത്യാവശ്യം അല്ലാതെ ഇങ്ങനെ അടുക്കിപ്പെറുക്കി ഒക്കെ ഒന്ന് നേരാക്കി കിട്ടും. ഇനി തുടക്കാൻ ഡേസിനെ വിട്ടാൽ മതിയല്ലോ. ഈ ആമിക്കുട്ടിനെ കുളിപ്പിക്കേണ്ട നേരമായി. അവിടെ എണ്ണ തേക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടെടുക്കാൻ വിചാരിച്ചു. ഇത് ഞാൻ തയ്ച്ചത് കേട്ടോ. ആമിക്കുട്ടിനെ ഞാൻ കുളിപ്പിക്കും, ഷെഫ്മോൻ കുളിപ്പിക്കും, ഇക്ക കുളിപ്പിക്കും. ഞങ്ങൾ രണ്ടാളും കുളിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. ഇക്ക കുളിപ്പിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ വീഡിയോ എടുത്ത് വെച്ചാൽ രസമല്ലേ ഞാൻ ആമിക്കുട്ടിക്കും ഒക്കെ. അപ്പൊ ഞാൻ കുളിക്കാനുള്ള വെള്ളം കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി പാപ്പത്തിന് ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോ പോവല്ലേ കുളിക്കാൻ. ഇക്ക അവിടെ അങ്ങനെ കാവലിട്ട് അത് പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണേ. ഞങ്ങൾ രണ്ടാളും നല്ല വയറുള്ള ആൾക്കാരാവുന്നത് താഴെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. ചാർജ് കഴിയാനായിരിക്കും. അതാണ് നമുക്ക് മൂത്ത കുട്ടിയുടെ കുളി കഴിഞ്ഞിട്ടോ. ഇനി ചെറിയ കുട്ടിയുടെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാ. ഇക്ക കുളിപ്പിക്കുമ്പോ ഈ ഒറ്റയ്ക്കാണ്. പണ്ട് ഉമ്മാരൊക്കെ അങ്ങനെ കുളിക്കുമ്പോ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ എനിക്കും പോയി ശീലായിക്കുന്ന സംഭവം. പപ്പ കുപ്പിച്ച് നമ്മ കുട്ടീനെ പപ്പ കുപ്പിച്ച്
ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈങ്കിളിയേ. അവിടെയും പാട്ട് ഇവിടെയും പാട്ട്. എന്റെ ബാലഗോപാലനെ എണ്ണ ദേപിക്കുമ്പം പാടടി. കൂടമേ ഹോയ് ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈങ്കിളിയേ. ചായ കുടിക്കുക. അന്നത്തെ ചിലപ്പോൾ വീഡിയോക്ക് ഞാൻ എന്താണ് വയസ്സാകാലത്ത് കുട്ടി ഉണ്ടായിരുന്നിട്ട് ഇക്ക കുളിപ്പിക്കുമ്പോ ഞാൻ പറയും ഓ വല്യപ്പാക്ക് കുട്ടി ഉണ്ടാക്കിയാണെന്ന് പറയും എപ്പോഴും. അപ്പൊ അയ്യോ എന്ന് പറയും. അത് ഞങ്ങളെപ്പോഴും എന്തേലൊക്കെ ഞങ്ങളിങ്ങനെ കുട്ടീനെ കൊണ്ട് അങ്ങോട്ടും കൊണ്ട് ഓരോന്നിങ്ങനെ കാട്ടുമ്പോൾ പറയും നമുക്കിപ്പോ വയസ്സാകാലത്ത് കുട്ടി ഉണ്ടായിട്ട് ഞങ്ങൾ തന്നെ പറയും. പറയുന്നത് അത് പറയാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ എപ്പോഴും കളിയാക്കി പറയണതാ. അപ്പൊ ചിലപ്പോ വ്ലോഗിന് ഞാൻ പേരിടുക വയസ്സാകാലത്ത് എന്നൊക്കെ കാര്യം. ആ ഇക്കാക്കാനെ കണ്ടാ പിന്നെ ഒക്കെ മാറും. ബെഡ്ഷീറ്റൊക്കെ നോക്കുന്നവരെയും വാഴക്കപ്പൊടി എല്ലാരും കാണും ചീത്ത ഓടിവാ. ഗംഭീര ഡാൻസാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണിച്ചു തരാണ്. ഇപ്പൊ എന്റെ കയ്യിന് ഗ്യാപ്പില്ല. കുട്ടി കുളിച്ച് സുന്ദരി കുട്ടിയായി അല്ലേ? അമ്മാമ്മൊക്കെ തിന്നിട്ട് അവൾക്ക് ഇത് വളർന്നു. എന്തൊക്കെ ഇക്കാക്കിട്ടിരിക്കണതൊന്നും എനിക്കില്ലല്ലോ. അപ്പൊ ഇതൊന്നും വേണം. ആരൊക്കെ കമന്റിൽ പറയുന്നുണ്ടായിരുന്നേ ഷെഫ് മോനെ ഒഴിവാക്കിയോ. ഇപ്പൊ ചെറിയ കുട്ടി വന്നിട്ട് ഷെഫ് മോനെ വേണ്ടതായോ ബുബുനെ വേണ്ടതായോ ചോദിക്കുന്നുണ്ട്. മറ്റേ ഇന്റത് ഫുള്ള് ഓന്റെ പേരിട്ടായിരുന്നല്ലോ ഇന്റെ എല്ലാ കൊഞ്ചിക്കലും. അപ്പൊ ഇപ്പൊ എനിക്ക് എങ്ങോട്ടേലൊക്കെ പോകുമ്പോ ഒരു യാത്ര ചോദിക്കും. അപ്പൊ ഞാൻ ഓക്കെ എന്നൊക്കെ പറയും. അപ്പൊ പറയും ഇപ്പൊ കുട്ടി ഉണ്ടായപ്പോ പോണ്ടെന്നുള്ള പറച്ചിലൊക്കെ നിന്നല്ലോ പറയും. ഇറക്കട്ടെ അവള് ഉറങ്ങാൻ യാത്ര പറയാൻ വന്നതാ. ഷെഫ് മോനാണെങ്കിലും ഷെഫ് മോനെ പട്ടാപ്പി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇല്ല ഇന്ന് ഉണ്ടാവില്ല ലഞ്ചിന് നിറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കുഞ്ഞമ്മത്തി വാങ്ങിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് മീനാഘോഷം എന്നൊക്കെ കേട്ട് പറയാൻ ഉറങ്ങാൻ പോവാണ്. നീപ്പ മോതിരം കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ശിങ്കാരിങ്ങളും കൊട്ടാളെന്ന് തോന്നുന്നു. എവിടെ കണ്ടാലും കൊട്ടു ഉഷാറാ. ടേബിളൊക്കെ കൊടുത്ത എളുപ്പത്തിനും പൂവുണ്ടോ അവിടെ? പൂവ് കണ്ട് അതൊന്ന് കട്ടുപൊട്ടിക്കാൻ മോനക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ അല്ലേ. കാരണം തിരക്കാവുന്ന നമ്മള് നമ്മളെ മക്കളൊക്കെ ഒഴിവാക്കും. അപ്പൊ അതേപോലെ തന്നെ ബുബുക്കുട്ടനും എല്ലാവരും നമ്മളെ മക്കളാണ്. പക്ഷെ ഇപ്പൊ ഇവള് വന്ന കാരണം ഇവളെയാണ് ഞങ്ങൾ നോക്കുക കൂടുതൽ മാത്രം. ഓക്കെ നമ്മളെ ഡേയ്സിനൊന്നും ഒരുക്കട്ടെ. ഇതിന്റെ ഈ സാധനം മാത്രം എടുത്തോണ്ടാൽ മതി. ഒന്ന് ഞാൻ ഇതിന്റെ ഫുൾ ബോഡി ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് കൊടുക്കുന്ന കേട്ടോ. ഇതെങ്ങനെ യൂസ്ഫുൾ ആണെന്നൊക്കെ എല്ലാം ചോദിക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് നല്ല യൂസാണ് കേട്ടോ. ഇന്നലത്തെ കച്ചറകളാണ് കേട്ടോ. ഇങ്ങനത്തെ പൊടികളൊക്കെ നല്ല മൈന്യൂട്ടായിട്ടുള്ള പൊടികളൊക്കെ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുപോകല്ലോ. അപ്പൊ പിന്നെ ഈ കുറച്ച് വെള്ളം ഈ ഒരു തുണി മതി തുടക്കാൻ വേണ്ടി. കാരണം ആ പൊടി എടുക്കലാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ക്ലീനിങ്. അപ്പൊ പൊടികളൊക്കെ നല്ല നീക്കം ചെയ്യുന്നതുകൊണ്ട് അത്ര മതി വെള്ളം. അപ്പൊ ഇത് രണ്ടെണ്ണം കേട്ടോ. ഇത് വെക്കുമ്പോ ഇതിവിടെ കഴുകി വെക്കലാണ്. നാളെ ആകുമ്പോഴത്തേന് ഇത് കഴുകി വെക്കണം. ഇതിടണം. അകാരോണ്ട് കേട്ടോ അടിച്ചുവാരും തുടക്കും ചെയ്യേണ്ട മെഷീനാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്കാണ്. ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ഡെയ്സിന്നാണ് കേട്ടോ. ഡെയ്സി വന്നതിന് ശേഷം ഞങ്ങൾ ആരും കൂടെ ചൂലുകൊണ്ട് അടിച്ചുവാരും തുടക്കം ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ മുക്കിലും മൂലയിലൊക്കെ പിന്നെ നല്ല വർക്കൊക്കെ നടക്കുന്ന സമയങ്ങളോ അങ്ങനെ കാണുന്ന സമയത്ത് കുറെ വലിയ കച്ചവടമൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ എന്നിട്ട് എടുക്കുക എന്നല്ലാതെ മെയിൻ അടിച്ചു കളിക്കാർ ഡെയ്സിയാണ്. അത്യാവശ്യം വിലയുള്ള സാധനം ഉണ്ടോ. പക്ഷെ നല്ല യൂസ്ഫുൾ ആണ്. ഞങ്ങൾക്ക് നല്ല ഉപയോഗമാണ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അതാ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടല്ലോ.
ഇക്ക കുഞ്ഞമ്മത്തിയൊക്കെ നന്നാക്കി തന്ന് പോവുകയാണ് വരെ. കുഞ്ഞുങ്ങളുള്ള ഒരു കുഞ്ഞമ്മത്തി തൊടാൻ പറ്റൂല എന്നാ. കുഞ്ഞുങ്ങളുടെ ആൾക്കാർക്ക് കുഞ്ഞമത്തി നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഇല്ല സമയമല്ലേ. കാരണം 4 കുഞ്ഞമത്തി നന്നാക്കുമ്പോഴത്തിന് കുട്ടി കഴിയും. അപ്പൊ പിന്നെ ആ മീൻ കൈ എടുത്ത് കണ്ട് മണ്ടാൻ നിൽക്കണം. അതും പറഞ്ഞ് ഇക്ക കുഞ്ഞമ്മത്തി നന്നാക്കി പോവുകയാണല്ലേ. കുട്ടി ഉറങ്ങി, ഡേസി അവിടെ കിടക്കുന്നുണ്ട്. ഇക്ക മീനൊക്കെ മുറിച്ച് ഇക്ക പുറത്ത് പോയി. ഇനി ഞാൻ വേഗം മീൻകറിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. മീൻകറിക്ക് ഇടാൻ ഇരുമ്പാമ്പുളി കുറച്ച് മുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. 2 ട്രിപ്പ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ട് നല്ല കുഞ്ഞമത്തി വറ്റിച്ചതും പിന്നെ പൊരിച്ചത്. പൊരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് മസാല ഒന്നും ഇട്ട് കൊടുക്കണ്ട. മുളകുപൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പും. പിന്നെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. വലിയ ആധികാരികമായ റെസിപ്പി ഒന്നും അല്ല. റെസിപ്പി ഒന്നും കാണിച്ചുണ്ടാക്കാനുള്ള നേരമില്ല. യാമിക്കുട്ടി നീക്കുമ്പോഴത്തേക്ക് റെസിപ്പി ആയിട്ടൊരു വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഇന്നത്തെ വ്ളോഗിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. പിന്നെ യാമിക്കുട്ടിയെ നീക്കാനായി ഇക്ക ഇവിടെ ഇല്ലേനും. അപ്പോൾ ഞാൻ ഷാളൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് ഒന്ന് ആടി ഓടിയിട്ട് വേഗം കറി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ കുഞ്ഞൻമത്തി പൊരിച്ച് ഏതാ മത്തി വറ്റിയിട്ടുണ്ട്. ഇതാ കൈപ്പക്കുപ്പേരിയാണ് ചെറിയ തീര് വെച്ചിട്ടാണ് കേട്ടോ. യാമിക്കുട്ടിക്ക് നീച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരി വെക്കൂല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നീച്ചിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. ഒരു ഷോർട്സ് എടുക്കാൻ കിട്ടും. അപ്പോൾ വേഗം അതെടുക്കട്ടെ. പരസ്യം കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ അത് പരസ്യമൊക്കെ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഉപയോഗിച്ച് അങ്ങനെയൊന്നല്ല. പക്ഷേ നല്ല പ്രൊഡക്റ്റ് ആണോ നോക്കിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോകളും ഓരോരുത്തരല്ലേ കാണുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. നിർബന്ധിക്കണമെന്നില്ല. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അതങ്ങനെ തന്നെയല്ലേ എല്ലാ ബിസിനസ്സും വളർന്നു വരുന്നത്. നമ്മൾ ഒരാൾ പരിചയപ്പെടുത്തുമ്പോഴല്ലേ അറിയുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഏത് കച്ചവടമാണെങ്കിലും ആരെങ്കിലും പറയുമ്പോഴല്ലേ നമ്മളിത് അറിയാം. അങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നല്ലതാണോ എന്ന് നോക്കും ഒക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടൊരു ഷോർട്സ് വരാനുണ്ട്. യാമിക്കുട്ടി തൊട്ടിന്നത് ഹനക്കം കാണാണ്ടോട് നീച്ച് കഴിഞ്ഞാൽ കളിക്കുക ചെയ്യുക. കരയൊന്നും ചെയ്യൂല. കവന്നൊക്കെ തോന്നുന്നുണ്ട്. കമിഴ്ന്നിട്ടൊക്കെ നോക്കിട്ട് പഠിച്ചത് ഇത് ആദ്യമായിട്ടോ തൊട്ടിയിൽ കമിഴണ. ഇനിയിപ്പോ ഓരോരോ സ്റ്റേജുകൾ എത്തി. ഇത് എന്താപ്പത് കമിഴ്ന്നിട്ടൊക്കെ കളിക്കാനായി തൊട്ടിയില്. നല്ല കുട്ടിയേക്കണ മിടുക്കി കുട്ടിയേക്കണല്ലോ. കുറെ നേരം കൊങ്ങിക്കണല്ലോ. മമ്മക്ക് ജോലി ഉണ്ട് ചിട്ട എന്നാ വായ. തൊട്ടിന്നൊക്കെ കൗരാൻ പഠിച്ചെങ്കിൽ കുട്ടിയുണ്ട്. തുണി നാപ്കിനാ വെക്കല് തന്നെയല്ലേ. ഇപ്പൊ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അത് നോക്കി ചെക്ക് ചെയ്തിട്ട് ഒന്ന് മാറ്റട്ടെ കേട്ടോ. യാമിക്കുട്ടി ഓർക്കൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയെ നീച്ച് വന്നല്ലോ. മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഇനി റബ്ബർ മേടിക്കണം. ചെമ്പരത്തിക്കെട്ട് കെട്ടാനയക്കണോ ആളെ മുടി. വീഡിയോ കണ്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക പറഞ്ഞാൽ. ചോറും കൂട്ടാനൊക്കെ റെഡിയായി. കൈപ്പക്കൊപ്പേരി ഞാൻ പോയി നിർത്തിയിട്ടോ. കൈപ്പക്കൊപ്പേരിക്ക് വന്ന് നിൽക്കുക വന്നിട്ട് വേണം ചോറ് കഴിക്കാൻ. ഷെഫ് കുട്ടൻ ഞാൻ പറഞ്ഞല്ലോ അവൻ പട്ടാമ്പിക്ക് പോയിട്ടോ. അവന് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കണ്ടിക്കണു ഓല് കണ്ടിക്കണതാ. യാമിക്കുട്ടിയുടെ ഈ കഴിച്ചേരും കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഇതാ കഴിച്ചേന് യാമിക്കുട്ടിയുടെ ഈ വള പൊട്ടി കുടുങ്ങി, പാസരം കുടുങ്ങി, അറിയാത്തത് കുടുങ്ങി. ഒക്കെ ഒന്ന് മാറ്റിക്കാൻ വേണം. ഞങ്ങളെ കാതും കുത്തണം ഈ മാസം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ യാമിക്കുട്ടി പറഞ്ഞ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ഹായ് കൂട്ടുകാരെയെന്നല്ലേ. ഇപ്പോൾ ഉറങ്ങി നീച്ചതിൻ്റെ മൂഡ് ഓഫിലാണ്. എന്നാലും നിങ്ങളോട് ഹായ് ഒക്കെ പറയും കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം എന്നാണ് പറയണത് അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.